വെൽക്കം ടു ഫാമിലി ലൈഫ് വൈബ്സ്. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒറിഗാനോ പ്ലാന്റ് എങ്ങനെ പ്രൂണിങ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് പ്രൂണിങ് എന്ന് നോക്കാം. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിലെ മരിച്ച ഇലകൾ, മരിച്ച ശാഖകൾ, വളരാൻ ഇടയില്ലാത്ത ഭാഗങ്ങൾ, അതുപോലെ തന്നെ മഞ്ഞച്ച ഇലകൾ, നാശായ ഇലകൾ, ഇതൊക്കെ മുറിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. വളരാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങൾ മാത്രമല്ല, ചില ഭാഗങ്ങൾ നല്ല ഓവർ ഗ്രോത്ത് ആയിട്ട് വളർന്ന ഭാഗങ്ങളും മുറിച്ചു മാറ്റി നമുക്ക് വീണ്ടും വളർത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിലുള്ള ഞങ്ങളുടെ ഒറിഗാനോ പ്ലാന്റ് ആണ്. ഒറിഗാനോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മുടെ നാട്ടിൽ കാണുന്ന പനിക്കൂർക്കയിലയാണ്. നമ്മൾ പിസയിലും പാസ്തയിലും ഒക്കെ ഇടുന്ന ഒറിഗാനോ ഇല്ലേ, വാങ്ങിക്കുന്ന പൗഡർ, അത് ഉണ്ടാക്കുന്നത് ഈ ഇലയിൽ നിന്നാണ്. ഒരു വീഡിയോയിൽ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ ഒറിഗാനോ പ്ലാന്റിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ കുറേ മഴയും അതുപോലെ തന്നെ സാൻഡ് സ്റ്റോം ഒക്കെ ആയിരുന്നു. ആ പൊടിയൊക്കെ അടിച്ച് ഇതിൻ്റെ ഇലകളും ചെടിയുടെ തണ്ടുകളൊക്കെ കുറേയൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ മുറിച്ചു മാറ്റി ചെടിയെ ആരോഗ്യമുള്ളതാക്കാൻ ഇടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് കേട് സംഭവിച്ചിരിക്കുന്നത്, ഏതൊക്കെ ഇലകളാണ് മുറിച്ചു മാറ്റേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ഓരോ ഇലകളായി നമുക്ക് മുറിച്ചു മാറ്റാം. അതുപോലെ തന്നെ ഓവറായിട്ട് ഗ്രോത്ത് ചെയ്ത് താഴോട്ട് നിൽക്കുന്ന തണ്ടുകളും നമുക്ക് മുറിച്ചു മാറ്റി കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, ചെടി ഒരിക്കലും ഉണങ്ങിപ്പോവില്ല. ഈ കനിക്കൂർക്കയില അല്ലെങ്കിൽ പനിക്കൂർക്കയില എന്ന് പറയുന്നത് പെട്ടെന്ന് വളർന്നൊരു ചെടിയാണ്. പക്ഷെ ഇതിന് ഒരുപാട് വെള്ളവും പാടില്ല, എന്നാൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. അങ്ങനെ ഞാൻ മുറിച്ചു മാറ്റിയ തണ്ടുകളിൽ നിന്ന് 2-3 നല്ല തണ്ടുകൾ നോക്കി എടുത്തിട്ട് റീപ്ലാന്റ് ചെയ്യാണ്. ഇങ്ങനെ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വേര് വരാൻ തുടങ്ങും. വളരെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണിത്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്റെ ഇലകൾക്ക്. ഇത് മക്കൾക്ക് ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷവും ചുമയൊക്കെ പമ്പ കിടക്കും. കുഞ്ഞുമക്കളുള്ള വീട്ടിൽ നിങ്ങൾ എന്തായാലും വളർത്തേണ്ട ഒരു ചെടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.